രണ്ട് കൂട്ടരും ഇപ്പോൾ പറയുന്ന CIA കാര്യത്തിൽ ഉള്ള നിലപാട് നമുക്കറിയാലോ. ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടക്കം ഗതിയില്ലാതെ ഓടി അഭയം പ്രാപിച്ച് ഭാരതത്തിലെത്തിയിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് അവർക്ക് പൗരത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ ഇവരെന്താ സമ്മതിക്കാത്തത്? ഇവരെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരേ നിലപാടാണ്. എന്നാൽ അതേസമയം ഇല്ലാത്ത ഇവിടെ ഏതെങ്കിലും ക്രൈസ്തവനെയോ മുസൽമാനെയോ പൗരത്വം നിഷേധിച്ച് ഇന്ത്യയിൽ നിന്ന് ഇറക്കി വിടുമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? നിയമത്തിൽ പറയുന്നുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ കാര്യത്തിൽ ഇവർ പരസ്പരം മത്സരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ ഒരു തരത്തിലും അവർക്ക് ഒരു ദോഷവുമില്ലാത്ത ഒരു നിയമം, ആ നിയമം അവരെ എല്ലാവരെയും പുറത്താക്കാനുള്ളതാണ്. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അടുത്ത കാലത്ത് ഒരു അധ്യാപകനായ ഒരാൾ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം അധ്യാപകൻ. അപ്പോൾ ഒരു പിഞ്ചു കുട്ടി, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ നിയമത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളെയൊക്കെ മാഷെ അടുത്ത ദിവസങ്ങളിൽ പുറത്താക്കുമോ ഇവിടുന്ന് എന്ന് ചോദിച്ചു എന്ന് ഒരു മാഷ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെപ്പോലും ഈ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരിൽ ഭീതി ഉണ്ടാക്കുന്ന സമീപനം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്യുന്നത്. ഇവിടെ ഈ രാജ്യത്തെ ഏത് മുസൽമാനെയാണ് പുറത്താക്കുമെന്ന് നിയമത്തിൽ പറയുന്നത്? ഏത് ക്രൈസ്തവനെയാണ് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതിൽ ഇവരെല്ലാം ഒരുമിച്ചാണ്. ഈ രാജ്യത്തിൻ്റെ വിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവർ ഒരുമിച്ചാണ്. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിലപാടെടുക്കാൻ, കള്ളപ്പണക്കാർക്കൊപ്പം നിലപാടെടുക്കാൻ, കള്ളനോട്ടുകാർക്കൊപ്പം നിലപാടെടുക്കാൻ, ഇതിനെല്ലാം ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഒരുമിച്ചുള്ള ഐക്യപ്പെടലാണ് ഈ നാടകത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നത്. ഇവരെ ഇന്ത്യ മുന്നണിയെ സൃഷ്ടിച്ചത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഇവിടെ അവർക്ക് വേണ്ടി വക്താവായി സംസാരിക്കുന്നയാൾ സൂചിപ്പിച്ചില്ലേ? സത്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരെ നിയന്ത്രിക്കുന്ന വിദേശ ശക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ആലോചനയുടെ പരിണിതഫലമായി രൂപപ്പെടുന്ന മുന്നണി, ആ മുന്നണി ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രചരണം. എന്നാൽ അതേസമയം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ഒരുക്കുന്നു, ഒരുമിച്ച് തന്നെ നടപ്പാക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഒരുമയുടെ പ്രകടനം, ആ ഒരുമയുടെ പ്രകടനം ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷത്തെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാൻ പോകുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല അവസാനത്തെ കമ്മ്യൂണിസത്തിൻ്റെ വക്താവുമായി മാറുകയാണ്. കമ്മ്യൂണിസം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് അവർ ആഫ്റ്റർ നെഹ്റു EMS, റെഡ് ഫ്ലാഗ് ഓൺ റെഡ് ഫോർട്ട്, ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചവരാ. ഇന്നിപ്പോൾ പിണറായിയുടെ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്, കേരളത്തിൽ അവരുടെ പ്രമുഖനായ നേതാവ് ബാലൻ, അദ്ദേഹം പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും നമ്മുടെ ചിഹ്നമായി മാറാതിരിക്കാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിക്കണം, ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം, പ്രവർത്തിക്കണം, പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാലഹരണപ്പെട്ട പാർട്ടിക്ക് ഏറ്റവും പറ്റിയ ചിഹ്നം വംശനാശം സംഭവിക്കുന്ന ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ തന്നെയാണ്. അത് വരും കാലത്ത് സംഭവിക്കും, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കും. പിന്നെ അതിനെ നിലനിർത്തി കൊടുക്കാൻ കോൺഗ്രസ്സാണ് പരിശ്രമിക്കുന്നത്. കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും കിട്ടി, വോട്ടിൻ്റെ എണ്ണമെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം കേരളത്തിന് പുറത്ത് പലയിടത്തും സീറ്റ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് കൂടി അവരുടെ അരിവാൾ ചുറ്റിയേക്കോ അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങൾക്കോ കൊടുത്തുകൊണ്ട് ആ ചിഹ്നം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധ നിലപാടിലും ആ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ BJPയെ NDAയെ മുഖ്യശത്രുവായി കണ്ട് നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിറക്കുക എന്ന ഒറ്റ അജണ്ട പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നവരുടെ വ്യത്യസ്തമായ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സമീപനം തിരിച്ചറിയാൻ കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാവും, ഒരു സംശയവുമില്ല. ഇത് കേരളത്തിലെ ഭൂരിപക്ഷവും ഇവരുടെ ഈ മാറിയുള്ള
ഇടതും വലതും മാറി മാറി വരുമ്പോഴും നമ്മൾ കണ്ടിരുന്നതാണ്. ഈ ഭരണം ഒരു ഭരണം മാറി മറ്റേ ഭരണം വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കേസുകളും എഴുതിത്തള്ളും. വലതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാണ് കേസ് എഴുതിത്തള്ളാൻ, പ്രതിസ്ഥാനത്ത് ഒഴിവാക്കാൻ, എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് കേരളത്തിൽ ഇന്ന് വരെ നിലപാടെടുക്കുന്നത്. അങ്ങനെയുള്ളവര് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി കേരളത്തിൽ നടത്തുന്ന ഈ പ്രചരണത്തെ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരുതുമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളികൾ തിരുത്താൻ പോവുകയാണ്. NDAക്കൊപ്പം അണിചേർന്നിരിക്കുകയാണ്. ആ മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടമാവാൻ പോവുകയാണ്.